ഫാമിലി എൻ്റർടൈനേഴ്സ്. ഈ ഫാമിലി എൻ്റർടൈനേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഒരുമിച്ച് പോയി കാണുന്ന പടങ്ങൾ മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്നതാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഫാമിലി സഹിതം പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മുടെ ആ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 ഹിഡൻ ഫേസസ് ഉണ്ട് ആ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത്. മേ ബി ഐ ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് I went to learn Bharatanatyam and all. സായി ചേട്ടൻ്റെ ഡെഫിനറ്റ്ലി ഒരു സർപ്രൈസ്. ഐ മീൻ സായി ചേട്ടൻ ഉണ്ടെന്നുള്ളതല്ല, സായി ചേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ട്രാവൽ എന്താണെന്നുള്ളത് ഒരു സർപ്രൈസ് എലിമെന്റ് തന്നെയാണ്. ആദ്യത്തെ ഡിസംബറിൽ ഷൂട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ അല്ലെങ്കിൽ ജനുവരി ആവുമായിരിക്കും. ബട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് മാക്സിമം ബൈ ജനുവരി. Hi, welcome to Cinema Express. This is Vivek Santosh. Today we have with us is actor Saiju Kurup, who's here to promote his new film Bharatanatyam, which also sees him doubling up as the producer also for the first time. So, hi Saiju. Hello Vivek. So, എന്താണ് ഭരതനാട്യം? ഐ മീൻ ഈ പടം കൊണ്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ഭരതനാട്യം ബേസിക്കലി നമ്മൾ ഈ ലൈഫിൽ നമ്മൾ കുറേ ഭരതനാട്യം കളിച്ചിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ജനറലി പറയാറില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പടത്തിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ അത് വേറെ ഒരു ഇതും കൂടെ ഉണ്ട് ആ ടൈറ്റിൽ തന്നെ വരാൻ, വിച്ച് മേക്സ് ദ ടൈറ്റിൽ ആഡ് ഫോർ ദി സ്റ്റോറി. ഓക്കെ. സോ ഭരതനാട്യം പിന്നെ ഇപ്പം ഒരു പാൻ ഇന്ത്യൻ ഒരു ടൈറ്റിലാണ്. ബിക്കോസ് ഇങ്ങനത്തെ ഒരു കലാരൂപത്തിനെ പറ്റി ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാം. ഭാരതത്തിന്റെ കലാരൂപമാണ് ഭരതനാട്യം. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം നമ്മുടെ ആ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 2 ഹിഡൻ ഫേസസ് ഉണ്ട് ആ ടൈറ്റിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത്. അപ്പൊ അതൊക്കെ ഒരു എന്താണ് സസ്പെൻസ് എലിമെന്റ് ആണ് ഈ സിനിമയിലെ. സിനിമ ഇസ് ബേസിക്കലി ഫാമിലി കോമഡി എന്റർടൈൻമെന്റ്, ഹോൾസം എന്റർടൈനർ ആണ്. പിന്നെ നമ്മൾ സാധാരണ ഉള്ളൊരു ടെംപ്ലേറ്റിൽ നിന്ന് മാറി ഇപ്പം ഒരു ഹീറോ, ഒരു ഹീറോയിൻ, ഹീറോയ്ക്ക് ഒരു ഹീറോയിൻ, അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് അല്ല ഫോളോ ചെയ്യുന്നത്. സോ ഈ ഭരതനാട്യം ഫോളോ ചെയ്യുന്നത് ക്യാരക്ടേഴ്സിനെയാണ്. ഓക്കെ. ദർ ഇസ് നത്തിങ് കോൾഡ് ആസ് എ ലീഡ് റോൾ ഓർ എ പ്രൊട്ടാഗനിസ്റ്റ്. എല്ലാവർക്കും അത്രയും തന്നെ വെയിറ്റേജ് ഉണ്ട്. ഈ പ്രൊട്ടാഗനിസ്റ്റിന്റെ അത്രയും തന്നെ വെയിറ്റേജ് ഉള്ള ഒരു സിനിമയാണ്. ട്രെയിലറിൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു നല്ല സ്റ്റാർട്ടും ഉണ്ട്, ഒരു നല്ല എൻഡും ഉണ്ട്. ആരെയും നമ്മൾ വഴിക്ക് വിട്ടിട്ടില്ല. സോ അതാണ് ഭരതനാട്യം. ഓൾസോ ഈ ടൈറ്റില് ഈ ഡാൻസ് ആർട്ട് ഫോമുമായിട്ട് ബന്ധമുണ്ടോ? ഐ മീൻ ഈ പടത്തിന്റെ കോണ്ടെക്സ്റ്റില്. സോ അഗെയിൻ വിവേക്, ദാറ്റ് ഈസ് സസ്പെൻസ്. സോ മേ ബി ഐ ക്യാൻ സേ ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഐ വെന്റ് ടു ലേൺ ഭരതനാട്യം ആൻഡ് ഓൾ, which might be true or false. Okay, if I make that statement. But then right now I'm not in a position to reveal that whether this has got some link with the original Bharatanatyam. അപ്പോൾ അത് നമുക്കിപ്പോൾ തൽക്കാലം ഓഡിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് വിട്ടുകളയാം. എന്നിട്ട് August 23rd anyway the movie is releasing. So at that time people will automatically come to know what exactly Bharatanatyam means. Yeah. Also, this is your first foray into production. Yeah. So, ആ ഒരു ഡിസിഷൻ എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ആ ഒരു ഡിസിഷൻ വരുന്നത്? So now when I entered industry as an actor, so ആ സമയത്ത് ആൾക്കാർ എന്നോട് ചോദിക്കുമായിരുന്നു, other than acting are you interested in direction, writing and all. അപ്പോൾ എനിക്ക് അത്ര ഞാൻ ക്രിയേറ്റീവ് ഒന്നുമല്ല. എനിക്ക് ആ ഒരു ഏരിയ ഒന്നും ഞാൻ അങ്ങനെ ടാപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഡയറക്ഷൻ അഫ്കോഴ്സ് ഒരുപാട് പേഷ്യൻസും ക്രിയേറ്റിവിറ്റിയും പിന്നെ മാനേജറിയൽ സ്കിൽസും അങ്ങനെയുള്ള ഒരുപാട് സ്കില്ല് വേണ്ട ഒരു ഇതാണ്, ഒരു ചെയറാണത്. അപ്പം അതിനുള്ളൊരു ഇത് എനിക്കില്ല. ബട്ട് what I used to tell them is that I dream of producing a movie. In my entire life, I might be producing only one movie, but I want to produce a movie. അപ്പോൾ അങ്ങനെ ഒരു 4-5 years back മേ ബി ഒരു സീരിയസ് തോട്ട് ഓൺ ദിസ് ഗെയിം.
അപ്പം എനിക്ക് തോന്നി now it's right time that I should think about that. Then COVID came and all, then it didn't happen. And after that, last year I floated a firm called Saiju Group Entertainments LLP in partnership with my wife Anupama B. Nambiar. അപ്പം അങ്ങനെ നമ്മളത് ഫോം ചെയ്തു. അതിനുശേഷം ഐ തോട്ട് ഓക്കെ ലെറ്റ് ഇറ്റ് ബി ദെയർ. അപ്പം നമുക്ക് പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സിനിമ. സി ബേസിക്കലി ഐ വുഡ് ലവ് ടു സീ ഫാമിലി എൻ്റർടൈനേഴ്സ്. ഈ ഫാമിലി എൻ്റർടൈനേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഒരുമിച്ച് പോയി കാണുന്ന പടങ്ങൾ മാത്രമല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്നതാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഫാമിലി സഹിതം പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് വേണ്ടത്. പിന്നെ ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ ആൾക്കാരെ ചിരിപ്പിച്ചാൽ അവർ എന്റർടൈൻ ആവും. അവര് പുറത്തിറങ്ങിയിട്ട് 10 പേരോട് പറയും ഒരുപാട് ചിരിക്കാനുണ്ട് ആ സിനിമയിൽ, അപ്പം നിങ്ങൾ പോയി ഡെഫിനറ്റ്ലി കാണണമെന്ന് പറയും. അപ്പം ഒരു സിനിമയുടെ ഒരു സക്സസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി. അപ്പം അങ്ങനെ അപ്പം ഇത് നമ്മൾ ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോഴും ഞാൻ ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ഒരു 2 മാസം കഴിഞ്ഞിട്ട്, ഇത് കേട്ടതിന് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ദുബായിലൊന്ന് പോയി. അപ്പം തോമസ് ചേട്ടനെ കണ്ടു, മൈ പാർട്ട്ണർ ഇൻ ദിസ് മൂവി, തോമസ് തിരുവല്ല. തോമസ് ചേട്ടനെ കണ്ടപ്പോൾ തോമസ് ചേട്ടൻ ക്യാഷ്വലിനോട് ചോദിച്ചു സബ്ജക്ട്സ് വല്ലതും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ 2 സബ്ജക്റ്റ് പറഞ്ഞു. അതിനകത്ത് ഇത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇതൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. സോ ഐ ഡിഡ്ന്റ് ടേക്ക് ഹിം സീരിയസ്ലി അറ്റ് ദാറ്റ് ടൈം. ഐ തോട്ട് ദാറ്റ് ഓക്കെ ജനറലി സെയിം. സോ ഞാൻ എന്തായാലും തോമസ് ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടാ ഇത് കേൾക്കണ്ടേ, ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിക്കുമല്ലോ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചായിരുന്നു. ബട്ട് ദ സെക്കൻഡ് ഈവനിങ് ഐ വാസ് സപ്പോസ് ടു കം ഫ്ലൈ ബാക്ക് ടു കൊച്ചി. ആ സമയത്ത് എന്നെ തോമസ് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു സൈജു മറ്റേ കാര്യം മറക്കണ്ട, ഞാൻ ജാനുവരിയിൽ വരുന്നുണ്ട്. സോ അവരോടൊന്ന് പറഞ്ഞേക്ക് എനിക്കിത് കേൾക്കണമെന്ന്. സോ നൗ ഐ വാസ് സീരിയസ് ദാറ്റ് ഓക്കെ ഹി വോണ്ട്സ് ടു ലിസൺ ടു ദിസ്. ദെൻ ജാനുവരിയിൽ വന്നു. അങ്ങനെ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തു ആൻഡ് ഹി വാസ് ഹാപ്പി ആൻഡ് ഹി ഷുക്ക് ഹാൻഡ്സ് വിത്ത് കൃഷ്ണദാസ് ആൻഡ് സെഡ് ദാറ്റ് വി ആർ ഡൂയിങ് ദ മൂവി. അപ്പോൾ എന്ന് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു മാർച്ചിൽ എനിക്ക് ഡേറ്റ്സ് ഉണ്ട്, മാർച്ച് വി ആർ സ്റ്റാർട്ടിങ്. കൃഷ്ണദാസൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു തോട്ട് വന്നത് ഇതായിരിക്കും ചിലപ്പം എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ നല്ലൊരു സിനിമ. ബിക്കോസ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിലും ഇത് നിൽക്കും. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ ഐ ലൈക്ക് ഹിം, തോമസ് തിരുവല്ല. പുള്ളിയായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം. സോ ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഐ ക്യാൻ ബി യുവർ പാർട്ട്ണർ ഇൻ ദിസ് മൂവി. സോ ഇറ്റ്സ് വെരി ഹാപ്പി, സ്പോണ്ടേനിയസ്ലി സെഡ് ദാറ്റ് അടിപൊളി, നമുക്ക് വി വിൽ മേക്ക് ദിസ് മൂവി ടുഗദർ. അപ്പം അങ്ങനെയാണിത് സംഭവിക്കുന്നത്. ഓൾസോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഈ ആഡഡ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് എലാബറേറ്റ് ചെയ്യുക. ആസ് ഇൻ യു ഓൾസോ ഹെഡ്ലൈനിങ് ദ ഫിലിം ഓൾസോ, സോ ഈ ആഡഡ് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത്? I think while the shooting was going on, I didn't had the responsibility of production because Thomas Hayden and his team were very efficient and efficiently executing the whole shooting process. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ ഇൻവോൾവ് ആയത്. ബിക്കോസ് ഐ ഹാഡ് ടൈം അറ്റ് ദാറ്റ് ടൈം. മറ്റത് ഞാൻ അഭിനയിക്കാൻ വേണം, രണ്ടും കൂടെ നമുക്ക് നടക്കില്ലായിരുന്നു. സോ അതൊക്കെ തോമസ് ചേട്ടൻ്റെ ടീമാണ് എല്ലാം ചെയ്തത്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും പിന്നെ ബാക്കിയുള്ള ബിസിനസ് ഇതിലൊക്കെയാണ് ഞാൻ പിന്നെ കൂടുതൽ ഇൻവോൾവ് ആയത്. സോ ഐ വാസ് ഓൾസോ ഗിവൺ ദ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ബിസിനസ് ഫ്രം മൈ സൈഡ് ആൻഡ് ഐ ഡിഡ് ദാറ്റ്. ആൻഡ് അപ്പം അങ്ങനെ നമുക്ക് അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അത് ഓപ്പറേറ്റ് ചെയ്തത്. സോ പക്ഷേ എങ്കിലും ഞാൻ ഇപ്പോഴും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് A to Z പ്രൊഡക്ഷൻ്റെ പരിപാടികളൊന്നും എനിക്കിപ്പോഴും അറിയില്ല. So I have full faith on Thomas Hayden and he was doing everything. Yeah. ഓൾസോ ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുന്ന രീതിയിലുണ്ടോ? ക്യാരക്ടർ ബേസിക്കലി നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ബേസിക്കലി അമ്പല കമ്മിറ്റിയിലേക്കുള്ള ഒരാളാണ്. ഹീസ് എ ബാച്ചിലർ ബേസിക്കലി. എൻ്റെ ക്യാരക്ടർ ബാച്ചിലറാണ്. And my father's character is being played by Sai Chetan and Kalaranjini Chechi is playing my mother. ഞങ്ങൾ 4 മക്കളാണ്. അതിനകത്ത് രണ്ടാമത്തെ ആളാണ് ഞാൻ, മൂത്ത. പക്ഷെ ആണുങ്ങളുടെ മൂത്താണ് ഞാൻ. ആൻഡ് ബേസിക്കലി ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഭയങ്കര രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു ടൈപ്പ് ഫാമിലിയാണ്. ഈ ദുരഭിമാനം അതൊക്കെ അഭിമാനമായിട്ട് കാണുന്ന ടൈപ്പ് ഓഫ് ഒരു ഫാമിലിയാണ്.
ദാറ്റ് ഈസ് കുറച്ച് ഒച്ചയിൽ സംസാരിച്ചാൽ പതുക്കെ സംസാരിക്കും അയൽക്കാർ കേൾക്കും എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഫാമിലീസ് ഉണ്ടല്ലോ, ഐ മീൻ ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫാമിലിയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുവാണ്. ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഒരിക്കലും ഇവരുടെ ഒരിക്കലും ആ തോട്ട് പ്രോസസ്സിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇവരുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് ഇവർ വിചാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുകയും അപ്പോൾ you might have seen in the trailer there is one dialogue of mine. I am telling all the family members that ഇനി നാട്ടുകാർ മാത്രമല്ല ബന്ധുക്കൾ പോലും ഈ കോമ്പൗണ്ടിൽ കാല് വെക്കാൻ പാടില്ല. സോ ഐ എം സെയിങ് ദാറ്റ്. എന്നുവെച്ചാൽ ഇവിടെ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം ആൾക്കാർ അറിഞ്ഞാൽ പണിയാകുന്നുള്ളൊരു സാധനമാണ്. അപ്പം ഈ പ്രശ്നത്തിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് പിന്നെ ഉള്ള ഈ ഹ്യൂമർ സിറ്റുവേഷൻസും പിന്നെ നമ്മുടെ സ്റ്റോറി മുമ്പോട്ട് പോകുന്നത്. ഓൾസോ പ്രീവിയസ്ലി എക്സ്പ്രസിനോട് നടത്തിയ ഒരു കോൺവെർസേഷനിൽ കൃഷ്ണദാസ് പറഞ്ഞിരുന്നു, ഐ മീൻ ഇതൊരു നായർ തറവാടിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ നടക്കുന്നത്. ഐ മീൻ ലൈക്ക് യു സെഡ് എക്സസീവ് പ്രൈഡ്, ടേക്കിംഗ് എക്സസീവ് പ്രൈഡ് ഇൻ ദ ഫാമിലി ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. സോ ഈ ഒരു ആംഗിളിൽ ഇതൊരു സറ്റൈറിക്കൽ ഫിലിമായിട്ട് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഐ മീൻ അങ്ങനെ ഒരു ആംഗിൾ നമ്മളിപ്പം ഫ്യൂ പീപ്പിൾ ഓർ സം പീപ്പിൾ മൈറ്റ് തിങ്ക് ലൈക്ക് ദാറ്റ് ഇറ്റ്സ് എ സറ്റയർ. ചിലവരിത് റിയൽ ക്യാരക്ടേഴ്സിനെ പോലെ അവർക്ക് ഫീൽ ചെയ്യും, ചിലവർക്ക് ചിലപ്പം കാരിക്കേച്ചറിഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ആസ് എ ഹോൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇതിന് കാരിക്കേച്ചറിഷ് സ്വഭാവമല്ല, ഇതിന് റിയൽ ആൾക്കാരുടെ സ്വഭാവമാണുള്ളത്. ആൻഡ് നമുക്ക് ഇങ്ങനത്തുള്ള ആൾക്കാരെ ഡെഫിനറ്റ്ലി അറിയാം. ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരോ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരോ ഇവരെയൊക്കെ നമുക്ക് അറിയാവുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. ഓൾസോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും സായ് കുമാറിനും വളരെ ഈക്വൽ പ്രോമിനൻസ് ഉള്ള രീതിയിലാണ്. ഐ മീൻ ഹീസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ റോൾ, ഐ മീൻ ഹീസ് പ്ലേയിങ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ റോൾസ് ഇൻ ദ ഫിലിം വരുന്നുണ്ട്. സോ പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഐ മീൻ ട്രെയിലറിലും അത്ര അങ്ങോട്ട് റിവീൽ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അത്. സോ അതങ്ങനെ തന്നെ ഒരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. സായി ചേട്ടൻ്റെ ഡെഫിനറ്റ്ലി ഒരു സർപ്രൈസ്, ഐ മീൻ സായി ചേട്ടൻ ഉണ്ടെന്നുള്ളതല്ല, സായി ചേട്ടൻ്റെ ക്യാരക്ടറിന്റെ ഒരു ട്രാവൽ എന്താന്നുള്ളത് ഒരു സർപ്രൈസ് എലിമെന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ലുക്ക് വിട്ടപ്പോഴത്തേക്കും നമ്മുടെ സിനിമയിൽ അഭിനയിച്ച എല്ലാ ക്യാരക്ടേഴ്സിനെ ഒന്നിച്ച് നമ്മൾ എല്ലാവരുടെ ഫേസ് റിവീൽ ചെയ്താൽ ഒരുപക്ഷെ കോൺസെൻട്രേഷൻ ഡൈല്യൂട്ട് ആയി പോകും. So first look was aimed to show that we both are there. പക്ഷെ എല്ലാവരും നിൽപ്പുണ്ട്, അവരൊന്നും മേളിലേക്ക് നോക്കാത്തതുകൊണ്ട് അവരുടെ ഫേസ് റിവീൽ ആവാത്തത്. പക്ഷെ നമ്മൾ സെക്കൻഡ് ലുക്ക് വിട്ടപ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തെ ഫാമിലി മെമ്പേഴ്സിന്റെ മൊത്തം നമ്മൾ ഡോറിന്റെ 2 പാളിയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സെക്കൻഡ് ലുക്കാണ് വിട്ടത്. അതിൽ നമ്മൾ ബാക്കിയുള്ളവരുടെ ഫേസ് ഒക്കെ റിവീൽ ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പോസ്റ്റേഴ്സിലൊക്കെ ബാക്കിയുള്ള നമ്മുടെ ഇപ്പം ഫാമിലി മെമ്പേഴ്സ് അല്ലാണ്ട് വേറെ നാട്ടുകാരുടെ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഫേസസ് നമ്മൾ റിവീൽ ചെയ്യും. മുമ്പ് ചെയ്ത ലീഡ് റോൾ ക്യാരക്ടേഴ്സിൽ നിന്ന് ഇവിടെ ഒരു ഡിഫറൻസ് എന്താണ് സ്വയം തോന്നിയിട്ടുണ്ടോ? ഐ മീൻ ഈ ഒരു ക്യാരക്ടറിൽ ഈ പടത്തിലെ എനിക്ക് അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഓരോ പടങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ അറ്റീസ് ആവും നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ. നമ്മളിപ്പോൾ ചെയ്യുന്ന അഭിനയമാണല്ലോ, അപ്പം ആ ഒരു പെർഫോം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അറ്റീസ് ആയിരുന്നു ഞാൻ ഈ സിനിമ ചെയ്തപ്പോഴത്തേക്കും ബാക്കിയുള്ള സിനിമകൾ വെച്ചിട്ട്. ബിക്കോസ് അത്രയും നമ്മുടെ ആ സിനിമ ചെയ്തപ്പോൾ അത്ര എക്സ്പീരിയൻസ് എനിക്ക് കൂടി. അപ്പോൾ അടുത്ത സിനിമയിലേക്ക് ഞാൻ വന്നു, പിന്നെ വീണ്ടും എനിക്ക് എക്സ്പീരിയൻസ് കൂടി. സോ റൈറ്റ് നോ അപ്പം ചിലപ്പം ഭരതനാട്യം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പടത്തിൽ എനിക്ക് ഭരതനാട്യത്തിനേക്കാളും ഞാൻ അറ്റീസ് ആയിരിക്കും. ഓൾസോ അന്താക്ഷരിയുടെ സമയത്തും ഉപചാരപൂർവ്വം ഗുണ്ടാചായൻ്റെ ഒക്കെ സമയത്തും യു ഹാഡ് ഏർലിയർ സെഡ് ദാറ്റ്, ഐ മീൻ അതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം പിച്ച് ചെയ്യുന്ന സമയത്ത് യു ഹാഡ് ആക്ച്വലി ടോൾഡ് ദാറ്റ് എന്തോ ഇതിനകത്ത് വേറെ റോളും എല്ലാം ചെയ്യാം, പിന്നെ ഇതിനകത്ത് ഞാൻ ഹെഡ്ലൈൻ ചെയ്യണോ എന്നൊരു സംശയം യു ഹാഡ് ഇനീഷ്യലി. സോ ഈ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വല്ലതും ഉണ്ടായിരുന്നു? ഐ മീൻ ഇല്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഗുണ്ടജന്റെ സമയത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഡയറക്ടറോട് പറയുകയും ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പം ബാക്കി എൻ്റെ അകത്ത് എൻ്റെ ഏജിൽ മാച്ച് ആവുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നെ സുധീർ കർമ്മനായിട്ടും ആ ക്യാരക്ടറിൽ തന്നെ പ്ലേസ് ചെയ്യാം. അപ്പൊ അന്ന് കാസ്റ്റിംഗ് ആയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. സുധീറിന്റെ മറ്റേ ആർമി മാൻ ആയിട്ടുള്ള ക്യാരക്ടറിനും എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സിജുവിന്റെ ക്യാരക്ടറോ, അല്ലെങ്കിൽ ശബരീഷിന്റെ ക്യാരക്ടറോ, അങ്ങനെ, അല്ലെങ്കിൽ സാവുമോന്റെ ക്യാരക്ടറോ, ഏതെങ്കിലും ക്യാരക്ടർ, എല്ലാ ക്യാരക്ടറും അതിൻ്റെ അകത്ത് അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഏത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇത് വേറെ ആളൊന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു ഞാൻ. അപ്പൊ അരുൺ എന്നോട് പറഞ്ഞു, ചേട്ടനൊന്ന് സ്ക്രിപ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. ചേട്ടൻ എന്നിട്ട് സ്ക്രിപ്റ്റ് കേട്ടിട്ടും ചേട്ടൻ അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ചേട്ടൻ വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ
ദുൽഖറിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ആ സിനിമയിൽ വന്നു. ദുൽഖർ സൽമാൻ പ്രസൻസ്, ദുൽഖർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ദുൽഖർ കോ പ്രൊഡ്യൂസർ ആയിരുന്നു. അത് വന്നപ്പോഴത്തേക്കും ഈ സിനിമ കുറച്ചുകൂടെ വലുതായി. ആൻഡ് നമുക്ക് തിയേറ്ററിൽ ഇത് സക്സസ്ഫുൾ ആയി. എന്റെ അന്നുവരെയുള്ള പേടി എന്ന് വെച്ചാൽ വെറുതെ എന്നെ വെച്ച് പടം ചെയ്തിട്ട് ലീഡ് റോളിൽ എന്നെ പൊഴിച്ച് പടം ചെയ്തിട്ട് പ്രൊഡ്യൂസറുടെ കാശ് കളയാൻ പാടില്ല. ഇതായിരുന്നു. എന്നെ സപ്പോർട്ടിംഗ് റോളിൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഈ ലീഡ് റോൾ എന്ന് പറയുന്നത് അത് ഈ ഹീറോ ഈസ് സംതിങ് വെരി ഡിഫറെന്റ്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു സിനിമയിൽ നമ്മൾ കാണുന്ന ഹീറോയാണ്. ബാക്കിയുള്ള സപ്പോർട്ടിംഗ് റോൾസ് ചെയ്യുന്നവരൊക്കെ കുറവായിരിക്കും, അല്ലെ? കുറവെന്നല്ല. ഈ 2 മണിക്കൂറാണ് സിനിമയെങ്കിൽ 2 മണിക്കൂറിൽ 1 മണിക്കൂർ 50 മിനിറ്റും ഒരാളെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ അത് എല്ലാവർക്കും ഒരേപോലെ അവരെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ സപ്പോർട്ടിംഗ് റോളിൽ ഞാൻ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആസ് എ ഹീറോ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതായിരുന്നു എന്റെ പ്രശ്നം. ബട്ട് ഇത് സക്സസ്ഫുൾ ആയപ്പോഴത്തേക്കും ഐ തോട്ട് ദാറ്റ് ഓക്കെ. സോ അടുത്ത പടം വരുന്നത് അന്താക്ഷരിയാണ്. അപ്പൊ അന്താക്ഷരി വി സ്റ്റാർട്ടഡ് ആസ് എ വെബ് സീരീസ് ഫസ്റ്റ്. അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് ഒരു റിസ്ക് ഉണ്ടായിരുന്നില്ല. അന്ന് ഒറിജിനൽ വെബ് സീരീസിന് മാർക്കറ്റില്ല. There were no buyers for original web series. But one thing was there, if there are any buyers, till we shoot and the film gets completed, if there are any buyers, appadum theaterallallo varunathu. Idoru web series aanallo, cinema allallo. Appo aa oru confidence undayirunnu. പക്ഷെ അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഗുണ്ടജൻ അപ്പം റിലീസ് ആയിട്ടില്ല. അന്താക്ഷരി ഞാൻ കമ്മിറ്റ് ചെയ്യണ സമയത്ത് ഓക്കെ ഷൂട്ട് ചെയ്തായിരുന്നു, റിലീസ് ആയിട്ടില്ല. അപ്പൊ ഇത് സക്സസ്ഫുൾ ആവുകയില്ലെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ പക്ഷെ ഞാൻ ഓർത്തു ഓക്കെ എനിവേ ഇറ്റ്സ് എ വെബ് സീരീസ്. ആൻഡ് വിപിൻ ഈസ് എ വെരി ഗുഡ് റൈറ്റർ ഡയറക്ടർ. മുദ്ദുഗവിൽ എന്നെ കാസ്റ്റ് ചെയ്തായിരുന്നു. ഞാൻ മൊത്തം സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളതാണ്. സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഡേറ്റിന്റെ കുറച്ച് ഇഷ്യൂസ് വന്നായിരുന്നു. ആൻഡ് ഐ വാച്ച് ദ മൂവി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, നൂൺ ഷോ. ഓക്കെ, ഞാൻ ഈ പടം ഹിറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ സംഹൗ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് അറ്റ് ദാറ്റ് ടൈം. പക്ഷെ എനിക്ക് വിപിന്റെ എഴുത്തിലും ഡയറക്ഷനിലും എനിക്ക് വിശ്വാസമായിരുന്നു. അപ്പം അതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ അത് കമ്മിറ്റ് ചെയ്തത്. ബട്ട് ആസ് ഐ സെഡ് ദെർ വർ നോ ബയേഴ്സ്. നമ്മളപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ സിനിമയാക്കിയത്. ഓക്കെ, അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പം അവിടെ കാണുമായിരിക്കും. ഇനി ഐ മീൻ കണ്ടിന്യൂറ്റി അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ കാണുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വെരി വെൽ അക്സെപ്റ്റഡ് ഓൺ OTT. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും പിന്നെ ഇത് OTTയിൽ സ്ട്രീം ചെയ്തതിന് മുമ്പ് ഗുണ്ടജൻ വന്നു തിയേറ്ററിൽ. ആൻഡ് ഇറ്റ് ബിക്കം സക്സസ്ഫുൾ. ആൻഡ് ദെൻ ദിസ് കെയിം, ഇറ്റ് ഓൾസോ ഡിഡ് വെൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗാർഡിയൻ എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. ഗാർഡിയനും ആൾക്കാർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അപ്പം സോ യുവർ ക്വസ്റ്റ്യൻ വാസ് ദാറ്റ് ഇത് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അപ്പം ഇപ്പൊ എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. എന്ന് വെച്ചാല് നമുക്കൊരു ജനറൽ ഐഡിയ ഉണ്ട്. ഇപ്പൊ ജാനകി വന്നു. ജാനകി വാസ് ഓൾസോ ഡിഡ് വെൽ അറ്റ് തിയേറ്റേഴ്സ്. പിന്നെ പാപ്പച്ചനുള്ളിലാണ് ഡിഡ്ന്റ് ഡു വെൽ അറ്റ് ബോക്സ് ഓഫീസ്. അത് മാത്രമാണ്. ബട്ട് സ്റ്റിൽ ദ പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് തിരിച്ചു കിട്ടി. ബ്രേക്ക് ഈവൻ ആയി സിനിമ വിത്ത് വാട്ട് എവർ കളക്ഷൻസ് ഫ്രം ദ തിയേറ്റേഴ്സ് ആൻഡ് ദ അതർ ബിസിനസ്സസ് ലൈക്ക് സാറ്റലൈറ്റ് റൈറ്റ്സ്, ഓഡിയോ ഓർ ഓവർസീസ് ഓർ ദിസ് തിങ് OTT റൈറ്റ്സ്. സോ എനിക്ക് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഞാൻ പടം ചെയ്യുവാണെങ്കിൽ, ഇഫ് ഐ എം പ്ലേയിങ് ദ പ്രൊഡക്റ്റ്, ദ ബഡ്ജറ്റ് ഷുഡിന്റ് എക്സീഡ് സച്ച് ആൻഡ് സച്ച് എമൗണ്ട്. അത് എക്സീഡ് ചെയ്താൽ ഞാൻ ചിലപ്പോൾ ആ പടം ചെയ്യില്ല. അപ്പം ഇത് ഞാൻ വിചാരിച്ചിരുന്ന എമൗണ്ടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു ഈ സിനിമയുടെ. അപ്പൊ പിന്നെ ഞാൻ ഓൾറെഡി ലീഡ് റോൾസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് പോയില്ല. ഇത് ഞാൻ ചെയ്യണോ വേണ്ടെന്നുള്ളൊരു ഇതില്ല, ഡബിൾ മൈൻഡ് ഇല്ലായിരുന്നു എനിക്ക്. ഓക്കെ. ഓൾസോ സൈജുവിൻ്റെ ഇതുവരെയുള്ള കരിയർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ മീൻ യു സ്റ്റാർട്ട് ഔട്ട് ആസ് എ ലീഡ് ആക്ടർ, then you did 1 or 2 more films as lead actor, and you didn't get the kind of reception maybe you wished back then. പിന്നീട് ക്യാരക്ടർ റോൾസ് ചെയ്യുന്നു. ഐ മീൻ പിന്നീട് all kinds of roles you have done, villain, comedy ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ബാക്ക് ടു ലീഡ് റോൾസ് നൗ. ഇപ്പം വീണ്ടും ലീഡ് റോൾസിൽ അക്സെപ്റ്റഡ് ആയി ഇപ്പോൾ ഒരു ബാങ്കബിൾ സ്റ്റാർ ആയി നിൽക്കുമ്പോഴത്തേക്ക് ഇനി സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും ഇതിൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസ്ലി കൊണ്ടുപോകാൻ തന്നെയാണോ
ഉള്ള തീരുമാനം എന്നുള്ള. Yes. I just want to correct you. I am not a bankable star. The so-called I bankable mean, star. Yeah. people like you. I mean, people like Yeah. your presence. Yes. Let's rephrase it like that. Yeah. No, rephrase. So your question was supporting role like in LA. So I actually love to do supporting roles. എന്നുവെച്ചാല് ടെൻഷൻ കുറവാണ് സപ്പോർട്ടിന്. മറ്റേ ലീഡ് റോൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിലുണ്ട്, മനസ്സിലായി, നമ്മൾ ഷോൾഡർ ചെയ്യണം. സോ ഐ എം ഓപ്പൺ ടു സപ്പോർട്ടിങ് റോൾസ്. ഞാൻ ഇപ്പം ദാവീദ് എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്, ഐ മീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്റണി പെപ്പെ ഈസ് പ്ലേയിങ് ദ ലീഡ് റോൾ, ഗോവിന്ദ് വിഷ്ണു ആണ് അത് ഡയറക്ട് ചെയ്യുന്നത്. സോ ഐ എം പ്ലേയിങ് സപ്പോർട്ടിങ് റോൾ. ഇപ്പം നുണക്കുഴിയിൽ ഞാൻ സപ്പോർട്ടിങ് റോളാണ്. ഐ ഡിഡ് ദിസ് മൂവി കോൾഡ് ആനന്ദ് ശ്രീബാല. അതിൻ്റെ അകത്ത് അർജുൻ അശോകനാണ് ലീഡ് റോൾ. സോ ഐ എം ഡൂയിങ് എ സപ്പോർട്ടിങ് റോൾ. So parallelly I am doing both lead roles and supporting role. You've started out as an actor. In between you also ventured into writing also. I mean, you did My Fan Ramu. Now producer. I mean, ഈ റൈറ്റിംഗ് പ്രോസസ്സ് പിന്നീട് പെർസ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ? ഇല്ല, അത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതുന്നതല്ല സിനിമ, അതെനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല സിനിമ എഴുതേണ്ടത്. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ക്രിയേറ്റിവിറ്റിയും പേഷ്യൻസും ടൈമും ഒക്കെ വേണം. അപ്പം എനിക്ക് പറ്റിയൊരു ഏരിയ അല്ല അത്. എനിക്കിപ്പോൾ തൽക്കാലം പറ്റിയൊരു ഏരിയ പ്രൊഡക്ഷൻ പോലും അല്ല. എനിക്ക് പറ്റിയൊരു ഏരിയ എന്ന് വെച്ചാൽ ആക്ടിങ് ആണ്. അത് സപ്പോർട്ടിങ് റോളാണെങ്കിൽ ഞാൻ ആപ്റ്റാണ്. മറ്റേതിൽ ഞാൻ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ആപ്റ്റാന്നുള്ളത്. അപ്പം അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഏരിയ. അല്ലാതെ റൈറ്റിംഗ് അത് ഞാൻ ഒരെണ്ണം ചെയ്തു, ബട്ട് ഐ നോ ദാറ്റ് അത് കുറച്ച് അമച്വർ ആയിരുന്നു. സോ ബട്ട് ഫ്യൂച്ചറിൽ ഇനി അങ്ങനെ ഒരു ഇല്ല, അങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. ഓൾസോ ഇപ്പം ഫ്യൂച്ചർ പ്രോജക്ട്സ് ഇപ്പം പറഞ്ഞു ദാവീദ്, നുണക്കുഴിയൊക്കെ വരുന്നു. ഇപ്പം ഈ വർഷം അനൗൺസ് ചെയ്തതാണ് ആട് 3. സോ അതിന്റെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ആട് 3 ഡിസംബറിൽ ഷൂട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ അല്ലെങ്കിൽ ചിലപ്പോൾ ജനുവരി ആവുമായിരിക്കും. ബട്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് മാക്സിമം ബൈ ജനുവരി ആൻഡ് ഇറ്റ് വിൽ ബി റിലീസ്ഡ് mid 2025. Also your web series debut, I mean it was going to be Antakshari initially. ഇപ്പോൾ ജയ് മഹേന്ദ്രൻ വരുന്നു. സോ അത് ഉടനെ പ്രതീക്ഷിക്കാമോ? ജയമേന്ദ്രൻ എനിക്ക് തോന്നുന്നത് ഒക്ടോബറിലാണ് സ്ട്രീം ചെയ്യാൻ പോകുന്നത്. അതൊരു ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണത്. 6 episodes 30 minutes ഈച്ച്. ഒരു താലൂക്ക് ഓഫീസ് ബേസ്ഡ് ആണ്. ഞാൻ ഡെപ്യൂട്ടി തഹസിൽദാറായിട്ടാണ് അഭിനയിക്കുന്നത്, മഹേന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് അത്. സോ ഫൈനലി, ഐ മീൻ, ഭരതനാട്യം കാണാൻ വരുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഹോൾസം എന്റർടൈനർ ആണ്. നിങ്ങൾ നിരാശരാകില്ല തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാല്. ഇത് കൂടുതൽ ഞാൻ അഭിനയിച്ച, ഞാൻ പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തിനെ പറ്റി ഇത് കൂടുതൽ ഞാൻ പറഞ്ഞാൽ ഭയങ്കര ബിൽഡപ്പ് ആയി പോകും. ബട്ട് ഐ എം ഷുവർ ദാറ്റ് ആൾക്കാർക്ക് ബോറടിക്കില്ല. ഒന്ന്, അതിന്റെ ഡ്യൂറേഷൻ അത്രേ ഉള്ളൂ, 2 മണിക്കൂർ 1 മിനിറ്റേ ഉള്ളൂ. അപ്പൊ എവിടെയും ഒരു വലിച്ചിലോ ലാഗോ ഒന്നും ഫീൽ ചെയ്യാൻ സാധ്യതയില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ബാക്കിയെല്ലാം പിന്നെ ദൈവത്തിന്റെ കയ്യിൽ. Let's see what happens. Okay. Thank you, Saiju. Thanks for spending time with us. Thank you, Vivek. Thank you.